എൻ്റെ പൊന്നു കൂട്ടുകാരെ, ആടും കോഴിയും പട്ടിയും പൂച്ചയൊക്കെ വളർത്തുന്നവരെ അവർക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ കേട്ടോ. അവരിങ്ങനെ ഒരുക്കം കൂടെ കൂട്ടി 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 എന്തൊക്കെ ഒരുക്കി വെച്ചിട്ട് വേണം ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അല്ലേ. ഞാനിതാ ആടിനില വെട്ടി, കോഴിക്കില വെട്ടി, പറഞ്ഞന്തിയൊക്കെ വെട്ടി 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 വെച്ചിട്ട് ഇത് അടുത്ത വീട്ടിലൊരു അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പ്ലാവിൻ്റെ ഇല തന്നു കേട്ടോ. അത് വെട്ടിക്കൂട്ടിയാണ്. വെട്ടിക്കൂട്ടിയിട്ട് വേണം നാളെ നേരം വെളുത്ത ആശുപത്രിക്ക് പോകാനേ. അപ്പം ഇപ്പോൾ ഇതാ ഇല വെട്ടാൻ തുടങ്ങി. ഉച്ചയ്ക്ക് വന്ന് വെട്ടാൻ തുടങ്ങി. പ്ലാവിൻ്റെ ഉച്ചിയിൽ കയറി ഞാൻ. ഉച്ചിയിൽ കയറിയിട്ട് ഒരു കെട്ട ഇല വെട്ടി താഴത്തേക്ക് ഇട്ടു. എന്നിട്ട് ഇതാ കെട്ടി വരിഞ്ഞ് കെട്ടുകയാണ്. അമ്മായി ഇല്ല കേട്ടോ. അമ്മായി അവിടെ എവിടേക്കോ പണിക്ക് പോയിരിക്കുകയാണ്. ആരുമില്ല അവിടെ ഒറ്റയ്ക്ക്. ഞാൻ രാവിലെ ചോദിച്ചപ്പോൾ വെട്ടിക്കോ പറഞ്ഞു. അങ്ങനെ ഞാൻ വെട്ടി. എൻ്റെ ദൈവമേ, ഇനി ഇതെല്ലാം ഒരുക്കി ആടുംകൂട്ടിൽ കെട്ടി പെട്ടെന്ന് നമ്മൾ വളർത്തുന്ന ജീവികളൊക്കെ ആരെ ഏൽപ്പിക്കാനാണ്? അഥവാ അവരിനെ കൊടുത്താൽ തന്നെ അതൊരു പ്രാക്കുമാവും. കാരണം നമ്മൾ പെട്ടെന്ന് നമുക്ക് അസുഖങ്ങളൊക്കെ വന്ന് നമ്മൾ ഈ വീട്ടിലുള്ള ജീവികളിനെയും കോഴീനെയും പട്ടീനെയും ആടിനെയും പൂച്ചേനെയൊക്കെ ഒക്കെ കൊടുത്ത് നമ്മുടെ വീട്ടിൽ അവരെയൊക്കെ മനഃശാപം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ത് ചെയ്യാനല്ലേ, നമ്മൾ സ്നേഹിച്ച് വളർത്തണവരല്ലേ. അപ്പം പെട്ടെന്ന് വെള്ളച്ചിയൊക്കെ ഗർഭിണിയാണ്. അവളിനൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അതും എനിക്ക് വിഷമം. ആ വിഷമവും ഞാൻ സഹിക്കണം. പ്രകാശേട്ടന് വയ്യാണ്ടായ വിഷമവും സഹിക്കണം. എല്ലാം സഹിക്കണം. അപ്പോൾ തൽക്കാലം ഞാൻ അവരെ കൊടുക്കണില്ല. ഞാൻ ഏറ്റുവാണ് കേട്ടോ. ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവിടെ ആരും പിടിച്ചു തരാനൊന്നുമില്ല. ഇതന്നെ ഞാൻ എപ്പോഴും അപ്പനെയാണ് ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും. ഞാൻ തന്നെ എല്ലാ കാര്യം ചെയ്യും. ആരുമില്ല. അത്യാവശ്യം നല്ല കാനുണ്ട്. ഇത് കയ്യിൽ നിന്ന് തെറ്റിയാൽ കഴുത്തിലിരിക്കും, കഴുത്തിൽ നിന്ന് തെറ്റിയാൽ ഇടുപ്പിലിരിക്കും, ഇടുപ്പിൽ നിന്ന് തെറ്റിയാൽ നിലത്തുമിരിക്കും. അതന്നെ അവസ്ഥ. എന്തായാലും ഞാൻ ഇരുന്നേറ്റി എന്നിട്ട് ഞാൻ പതുക്കെ കൈയും കുത്തി എഴുന്നേറ്റു കേട്ടോ. കഴുത്തൊന്നും തെറ്റിയില്ല, കൈയൊന്നും തെറ്റിയില്ല. എന്തായാലും ഭാഗ്യം. തന്നെ വീഡിയോ അവിടെ ചാരി വെച്ചിരിക്കുകയാണ് ഫോണ്. ഇനി ഫോൺ എടുക്കട്ടെ പതുക്കെ. ഫോൺ എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോട്ടെ. പ്രകാശനോട് ഒറ്റയ്ക്കുള്ളൂ. കഞ്ഞി കൊടുത്തിട്ടില്ല. കഞ്ഞി കൊടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ഫോൺ എടുക്കട്ടെ. ഫോണും താഴെ വീണു. തദൈവ ഗോവിന്ദ. ഇനി കാല് പൊക്കി എടുക്കട്ടെ ഫോണ്. ഓക്കെ ഷെർജില, നീ വീഡിയോ എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ വന്നോ. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ ചെയ്യണം കാര്യങ്ങളൊക്കെ.